ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ പുതക്കിഴങ്ങ് എന്ന് തന്നെ കിഴങ്ങാട്ടത്, പുതക്കിഴങ്ങ്. അപ്പോൾ അത് ഞാൻ കട്ടിലിൻ്റെ ചോട്ട് വെച്ചിട്ട് ഞങ്ങൾ എല്ലാ കൊല്ലം ഇത് കട്ടിലിൻ്റെ ചോട്ടൊക്കെ വിത്തിന് വെക്കുക. അതിങ്ങനെ മുളച്ച് വന്നാലേ നമ്മൾ അറിയുള്ളൂ. ഇത് മകരമാസത്തിൽ മരം കയറണം എന്നാണ് ഇത് പണ്ടത്തെ കാരണന്മാർ പറഞ്ഞിട്ട്. ഇത് മകരമാസം കഴിഞ്ഞതിന് ശേഷം അത് കുഴിച്ചിട്ടത്. അപ്പോൾ അത് ചണ്ടി, മണ്ണിര കമ്പോസ്റ്റ് എല്ലാ സാധനം ഇട്ടിട്ടാണ് ഞാൻ വെക്കണത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വെക്കണത് എത്ര വെച്ചാൽ ഒരു 6 മുരടാ. 6 മുരട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഇതിലൊക്കെ ഉണ്ടാക്കിയതിന് ഈ ചാക്കിലുണ്ടാക്കിയിട്ട് എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് ഈട് വല്ലാണ്ട് കിട്ടും. ചാക്കിലുണ്ടാക്കുമ്പോൾ ഇവിടെ എല്ലാ വളം അതിനാവശ്യത്തിനനുസരിച്ച് കൊടുക്കണം. ഇതാകുമ്പോൾ ഇവിടെ വളം ഒന്നും അങ്ങനെ കൊടുക്കണ്ട. ഇതിന് മണ്ണിലെ വളം ഇതിന് വലിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ടാവും. അതിനോണ്ടാണ് മണ്ണിലേക്ക് ആക്കിയത് ഇപ്രാവശ്യം ചാക്കിലാക്കിയിട്ട് എനിക്ക് വിളവും കുറവേനി. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഞാനിത് ഇതിലേക്ക് ആക്കാമെന്ന് വെച്ച്, എന്താ പറയുക, നിലത്ത് കുഴിച്ചിടാൻ നോക്കിയത്. ഇത് വടി വെച്ചാൽ എന്താ വെച്ചാൽ ഇത് പൊന്തി കൂടുമ്പോൾ തന്നെ വടിമലെടുക്കും, കയർ കെട്ടിപ്പോണം. മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈക്കോട്ട് എടുത്തിട്ടില്ല, ബാക്കി കൈക്കോട്ടിന് കുഴിച്ചിടുക. അപ്പോൾ ഞങ്ങൾ കുഴിച്ചിട്ടുണ്ടോ വള്ളി വന്നിട്ടില്ലേ, ഞാൻ ബാക്കി കൈക്കോട്ടെടുത്ത് മൂടാച്ചിട്ടാണ്. കണ്ടില്ലേ വള്ളി വന്ന് ഇതേമാതിരി വന്നോളൂ. അങ്ങനെ 6 മുരടിനാടാളുള്ളത്. 3 കുഴിച്ചിട്ട് ബാക്കി കൈക്കോട്ട് റെഡിയാക്കാം. ഇത് പോസ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.